ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയായിട്ട് ഒരു 3 രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാരങ്ങ വെള്ളമൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നല്ലൊരു കളർഫുള്ളുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. അന്ന് ചൂടായി വരുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ ശരീരത്തിന് നല്ലൊരു കുളിർമ കിട്ടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ്, പിന്നെ തണ്ണിമത്തനും, പിന്നെ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതിലത്തെ ഏതാണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇതുപോലെ മിക്സർ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇരുന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ കളർ നല്ല ഭംഗിയല്ലോ കാണാൻ, നല്ല ഓറഞ്ച് കളറാണ്. അപ്പം നമ്മുടെ ഈ ഒരു നാരങ്ങ വെള്ളം നല്ലൊരു ഓറഞ്ച് കളറായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ചൊയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു ക്യാരറ്റ് വെച്ച് ചെയ്യുന്നത്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിനി എക്സ്ട്രാ മധുരം വേറെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലെമൺ ജ്യൂസ് ഒരു 2 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസേഴ്സ് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയും, പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റാണ്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതിൽ നിന്ന് നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതും നമുക്ക് അരിപ്പയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചിട്ട് ആ ജ്യൂസ് മാത്രമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ കുരു പെടാതെ വേണം കേട്ടോ നമ്മൾ ഇത് ജ്യൂസ് അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൻ്റെ ജ്യൂസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കളറുള്ള തണ്ണിമത്തനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസ് കാണാൻ. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറ്റി വെച്ചുണ്ടാക്കിയ അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ആ ഒരു ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ആ ഒരു ഷുഗർ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒരു 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 സ്പൂൺ മാത്രം ചേർത്ത് മതി, കൂടുതലായി പോകണ്ട. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഒരു കസേഴ്സും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു ലെമൺ ജ്യൂസ് തന്നെയാണ്. ഇനി നമുക്ക് മുസമ്പിയുടെ നീരെടുക്കാം. അപ്പോൾ അത് ഞാൻ മിക്സർ ജാറിട്ട് അടിക്കുന്നില്ല. ഇതുപോലെ കൈ വെച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുസമ്പിയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ തന്നെ ലെമൺ ജ്യൂസും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കസേഴ്സും നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി 3 രീതിയിലുള്ള ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാൻ ആ ഷുഗർ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലത്തെ ഏത് ഐറ്റമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ. ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ നീരെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓറഞ്ച് മുസമ്പിയൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്സർ ജാറിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്നിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം നല്ല അടിപൊളി ഒരു 3 ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.